മിനിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടായിട്ട് ഒരു മുട്ടക്കറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ മുട്ടക്കറി നമുക്കൊന്ന് വെച്ച് നോക്കാം. പുട്ടാണുണ്ടാക്കുന്നത്. നമുക്ക് പുട്ടില്ല, മുട്ടക്കറി വയ്ക്കാമെന്ന് നോക്കിയിട്ട് മുട്ടക്കറി വയ്ക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അടുപ്പ് കത്തിച്ചു, പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാൻ ചൂടാക്കി കേട്ടോ. ചൂടാക്കി കൊടുക്കുമ്പോൾ എണ്ണ ഒഴിക്കാതെ ഇനിയിപ്പം എണ്ണ ചൂടാവട്ടെ. കടുകെടുക്കട്ടെ. പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെയാണ് കുഴക്കാം. പിന്നെ പച്ചമുളക് മാവ് കൊടുക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞായി കഴിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് വരണം. സവോള വേഗം വഴന്ന് വേഗമായിട്ട് നമ്മൾ സാധാരണ ഉപ്പിടുക. ഇങ്ങനെ നമുക്ക് ഉപ്പിടണം. ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ഒത്തിരി ഉപ്പിടാൻ കാണണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പം കൂടെ ചേർക്കാം. എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ട് നിങ്ങളെൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണാമല്ലോ. എല്ലാവരും കാണാൻ കേട്ടോ. കണ്ടിട്ട് എല്ലാവരും വന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം നിങ്ങളുടെയൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്കൊരു നല്ല വീഡിയോ ഇടാനും ഒക്കെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പറ്റില്ല. ഓരോ നമ്മളിങ്ങനെ വീട്ടമ്മമാരെല്ലാവരും അവരുടെ പരീക്ഷണം നടത്തുകയില്ല. അങ്ങനെ അവരുടെ പരീക്ഷണങ്ങളാട്ടോ. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. കുറേ ദിവസമായി ഞാൻ വീഡിയോ വെച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സുഖം ഉണ്ടാകാതിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുകയില്ല. ഇഷ്ടം പാടില്ലാതിരിക്കുകയാണ്. ഈ സവോളയാണ് വഴന്ന് വരട്ടെ കേട്ടോ. നമുക്കിത് നന്നായിട്ട് വഴണമെങ്കിൽ അടുത്ത ഇടാൻ പറ്റുള്ളൂ. നമുക്ക് സവോളയാണ് വഴന്ന് വരട്ടെ. സവോള വേഗം ആകാൻ വേണ്ടിയിട്ട് ഇത് മഞ്ഞപ്പൊടിയും കൂടെ ഇടും കേട്ടോ. മഞ്ഞപ്പൊടിയും വരുമ്പോഴത്തേക്ക് വേഗമാകും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ചപ്പാത്തി കഴിച്ച് നമുക്ക് വൈകുന്നേരത്തെ കുറച്ചൊക്കെ മുട്ടക്കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ അതിന് വേണ്ടത് നോക്കാതെ പകുതി വഴങ്ങുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഇടുക. തക്കാളിക്ക് നന്നായിട്ട്
ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകൊക്കെ മാങ്ങ ഇടുമ്പോൾ ഞാനത് ആ മസാല എടുത്ത് ഇതിലേക്ക് തന്നെ ഇട്ടു. അപ്പം പിന്നെ ആ പച്ചപ്പ് മാങ്ങ വെള്ളം ഒഴിക്കുന്ന ആകുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് തിളക്കാൻ മതി. ഈ സമയത്ത് ഉപ്പ് വേണമെന്നൊക്കെ നമ്മൾ നോക്കാം കേട്ടോ. ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ നോക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പം നോക്കി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചു നല്ല പോലെ തിളച്ചു. ഇനിയാണ് നമ്മൾ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ പൊട്ടിച്ച് വെച്ച് കേട്ടോ. ഇത് അനക്കരുത്. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് വേണം വേവാനായിട്ട് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നോക്കി ഇത് മുട്ട ഇങ്ങനെ ഇതിനാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഗ്രേവി ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കണേ. കാരണം മുട്ട ഇതിന് ശകലം ഒന്ന് അടിയിൽ ആ വെള്ളയൊക്കെ ഇത് വേവാകുമ്പോൾ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അത് മുട്ട മുഴുവനെ പൊട്ടിപ്പോകല്ലേ. അപ്പം ഇങ്ങനെ ഇത് മൂടി വെച്ച് കൊടുക്കുക.